വേടൻ എന്ത് ചെയ്തോ, വേടനെ ആര് കൊണ്ടുപോയി എന്നുള്ളതല്ല, ഇത്രമാത്രം അത് ചർച്ചയാവാൻ തക്കവണ്ണം വേടൻ വളർന്നു എന്നുള്ളതാണ്. ആ വേർഡ് പല സ്ഥലത്ത് പല കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ കായ് കായ് എന്ന് പറഞ്ഞ സാധനം. കായ് 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 ഹുക്കായിട്ട് വേണ്ടത് കായ് കായാന്ന് എങ്ങനെയാ തീരുമാനിച്ചത്? ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞത്. കാലകത്തി വെച്ചപ്പം പിടിച്ച തത്തമ്മ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചതിയാണ്. കാലകത്തി വെച്ചപ്പോ എക്സ്പെക്ട് ചെയ്യാത്ത കരി പിടിച്ച തത്തമ്മ. ഇങ്ങനെ വൈറലാവും അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അത് തുടങ്ങുമ്പോ ഒരു നമ്പറൊക്കെ എഴുതി കാണിക്കും, ഒരു ലൊക്കേഷൻ. അതായത് ഞാൻ തലകുത്തി ചിന്തിച്ചാൽ പോലും എനിക്ക് ആ നമ്പർ എന്താന്ന് വരെ അറിയില്ല. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായ എന്നാണ് അതിന്റെ ഹെഡ്ലൈനൊക്കെ വിട്ടേന്ന്. വേടൻ വീഴണമെന്ന് കാത്തിരിക്കണ കുറെ പേരുണ്ട്, കണ്ട് ചിരിക്കുന്നവരുണ്ടാവും. വേടൻ എന്നുള്ളൊരു കലാകാരൻ, അവൻ്റെ കല, അവൻ്റെ വരികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ള. കാരണം 3ന്റെ അന്ന് വന്നില്ലേ മറ്റേ പോസ്റ്റുകളും പരിപാടിയും, നമ്മളെ ഒളിവിലായിരുന്നു. ഞാനും ഡാപ്സി മറ്റേ കിളിച്ചുള്ള മാമ്പഴത്തില് വാരിക്കെട്ടിക്കോടാ സീനില്. ഓരോ വാർത്ത കഴിയുമ്പോഴും ടെൻഷൻ കൂടിയരാ. ആരെങ്കിലും കയറി വന്ന് എന്തിനാ വെറുതെ ഒരു തല പത്രത്തിലും മറ്റേ വാർത്തയിലും കൊണ്ടുപോയി കൊടുക്കണേ. കാരണം പേടിയാണ് ഇവർക്ക്. ഒരു ദിവസം ഓടിക്കാനുള്ള ഒരു കണ്ടന്റൊക്കെ ആയിട്ട് ഞാൻ ഇന്നെ കൊണ്ടൊക്കെ പറ്റും. സൗത്തിൻ്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ്, കക്കാൻ അറിയില്ല നയിപ്പന നയിപ്പ്, ആരാൻ്റെ കീപ്പെട്ട് വന്ന് കൈക്കൂപ്പ്, കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. കായ ഇറങ്ങിയ സമയത്ത് ബേബിജിന് ഒരു സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഇന്നല്ലേ തമ്മിൽ വരെ കച്ചവടാണ്. ഇതിപ്പോ എല്ലാരും ചോറ് വയ്ക്കാനുള്ള പരിപാടി ഇത് ഇങ്ങനെ തന്നെയാണ്. കേരളത്തിലോ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതാണ്. ഉറപ്പായിട്ടും നമുക്കിപ്പോ ഫോൺ എടുത്ത് റീല് തുറന്നു നോക്കിയാൽ ആരെയാണ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നതെന്ന്. മറുപടികൾ കൊടുത്തിട്ട് വെറുതെ തല ചൊറിയാന്നല്ലാതെ. റാപ്പർ പെർഫോമർ ബേബിജിനാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയ പോഡ്കാസ്റ്റിൽ. നമസ്കാരം. നമസ്കാരം. ഈ കായ് കായ് എന്നുള്ള ആ ഒരു വോയിസ് അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു ലഹരി പോലെ അത് ചേർന്നിട്ടുണ്ട്. ലഹരിൻ്റെ നല്ല സെൻസ് പറ്റിയ സമയം അങ്ങനെയല്ല. ആളുകൾ വന്നിട്ട് ഈ കായ് കായ് എന്നുള്ള ആ ഒരു ബീറ്റ് മാത്രം ഒന്ന് പാടിക്കേപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്, ആ ഹുക്ക് ഭയങ്കര ഗംഭീരമാണ്, അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടോ? അത് ഓരോ ടൈപ്പ്. ഇതിൽ ഹുക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയപ്പോൾ ജോർജിയ പോയ സമയത്ത് അവിടെ കായ് എന്ന് പറഞ്ഞത് യെസ് അല്ലെങ്കിൽ അവിടെ ഡെയിലി ഇപ്പം നമ്മളവിടെ കുറേ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ടാവില്ല, അതേപോലത്തെ ഒരു വാക്കാണ് കായ് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് ഓടി ഇറങ്ങിയ സമയത്ത് ഇത് കുറച്ച് വൈറലായി പോയല്ലോ. അപ്പോൾ ആ സൈഡിൽ അതെ കുറച്ചധികം അത് ആ സൈഡിലേക്കൊക്കെ എത്താൻ കാരണം ഇങ്ങനെ ആ വേർഡ് പല സ്ഥലത്ത് പല കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ കായ് കായ് എന്ന് പറഞ്ഞ സാധനം. അപ്പം അങ്ങനെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു. ആ ഒരു പോർഷൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ദുനിയാവിൽ ആരാണ്ട സൈഡ്, പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് വേഴ്സ് ഗോഡ് ബീച്ചസ് മൈ കിച്ചൺ, ആ ഒരു സാധനം അത് കുറേ പെർട്ടിക്കുലർ ആൾക്കാർക്ക് ഭയങ്കര ഇതായി എന്നൊക്കെ ഓരോ പോർഷനും ഇങ്ങനെ ആൾക്കാർ പറയും. ബട്ട് കൂടുതൽ ഈ ഒരു ദുനിയാവിൽ ആരാണ്ട ഭയങ്കര ഒരു പവർഫുൾ ആയി എന്നുള്ളൊരു പരിപാടി, അങ്ങനെ കുറേ ഒപ്പീനിയൻസ് ഒക്കെ റെസ്പോൺസ് ഒക്കെ വന്നായിരുന്നു. പിന്നെ കായ് കായ് പൊതുവെ എല്ലാവർക്കും ഓക്കെ നല്ല ബേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹുക്കായിട്ട് വേണ്ടത് കായ് കായാന്ന് എങ്ങനെയാ തീരുമാനിച്ചത്? ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞത്. കാരണം ഞാൻ ഫസ്റ്റ് എഴുതുന്ന ട്രാക്കാ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതണം. ജീവിതത്തിൽ രണ്ടാമത്തെ ഫസ്റ്റ് ഒരു ട്രാക്ക് നമ്മളൊരു തുടക്കം പോലൊക്കെ ഇങ്ങനെ പരീക്ഷണം എഴുതി. പിന്നെ രണ്ടാമത് എഴുതുന്ന ട്രാക്കാണിത്. പിന്നെ അത് ബൻഡാന എന്ന് പറഞ്ഞ ട്രാക്ക് ഞാൻ എഴുതിയതിന് ശേഷം പിന്നെ ഈ ട്രാക്ക് ഈ എഴുതി വെച്ച് ഞാൻ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പണിഞ്ഞ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ബൻഡാന എന്ന് പറഞ്ഞത് റൈറ്റ് നൗ എന്താണ് റിയാലിറ്റി എന്നുള്ളതായിരുന്നു അന്ന്. ഒരു കുടിക്കണ അഞ്ഞിക്ക് വകയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇനി കുറച്ചൊരു മാനിഫെസ്റ്റേഷൻ പരിപാടി പിടിക്കാം എന്നുള്ളൊരു സാധനത്തിലാണ് കായ്. പിന്നെ ഞാനത് ആ ഒരു എഴുത്തെടുത്തിട്ട് പിന്നെ ഞാൻ അതിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ തോന്നുന്നത് ആ ഒരു സാധനത്തിൽ തന്നെ തോന്നുന്നത്. ആ ഒരു കായ് നായ് എന്ന് പറഞ്ഞത് കായ് എന്ന് പറഞ്ഞതും സിംപ്ലി ഒരു അൺഎഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര ഇറസ്പോൺസിബിൾ ആളുടെ കയ്യിൽ പൈസ കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം, അതാണ് ആ ഒരു. പിന്നെ വരികളെ കുറേയൊക്കെ മെച്ചപ്പെട്ടതും. പിന്നെ കായ് നായി എന്നുള്ളൊരു സാധനം, കയ്യിൽ പൈസ ഉള്ളൊരു നായി എന്നുള്ളൊരു പരിപാടി, അങ്ങനെ തോന്നുന്നുണ്ട്. അത് ആ ഒരു സാധനം കിട്ടിയത് എനിക്ക്. ഈ കായ് ഇറങ്ങുന്ന സമയത്ത്, ഓഡിയോ ട്രാക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ വന്നാൽ കുറേ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും, ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവും എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടോ അങ്ങനെ പറയുന്ന റെസ്പോൺസുകൾ കേൾക്കുന്നുണ്ടോ? അതെ. അതായത് ഈ വീഡിയോ മൊത്തത്തിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്ന പോലെ അത്ര ഭയങ്കര ഒരു വിവാദം ആയില്ല വീഡിയോ വന്നപ്പോൾ. കാരണം നമുക്കത് പിന്നെ അതൊരു വിവാദമാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അത് പിന്നെ ഒരു കൃത്രിമ ട്രെൻഡിങ്ങിൽ അല്ലെങ്കിൽ വൈറലാക്കി കൊണ്ടുപോയി വെക്കാം. പക്ഷെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ വെക്കാനായിരുന്നു എനിക്കും താല്പര്യം. ആ ഒരു ചതി എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചതിയാണ്.
ബട്ട് അതിന് ഉപമിച്ചത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാലഗതി വെച്ചപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്ത കരി പിടിച്ച തത്തമ്മ. വീഡിയോ ഇറങ്ങിയപ്പോൾ ഒന്നുകൂടെ ശാന്തമായി ഈ കാര്യങ്ങൾ. പിന്നെ ഓഡിയോ എഴുതുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ആവും, ഇങ്ങനെ വൈറലാവും അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നൊന്നും ഇല്ലല്ലോ. നമ്മളന്നൊരു ബന്ധാന ഇറങ്ങിയ ഒരു വലിയ ഒരു തലക്കനം അല്ലെങ്കിൽ അതൊരു ഇറങ്ങിയ ഒരു രാഘവത്തോട് കൂടിയിട്ട് നമുക്കൊരു നീഷ് ഓഡിയൻസ് ഇത്രയേ ഉള്ളൂ. അന്ന് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നതിനൊരു ഇത്ര ഒരു ഇതല്ലല്ലോ. ആ ഒരു ലാഘവത്തിലാണ് നമ്മൾ എഴുതുന്നതും ഇറക്കുന്നതൊക്കെ. പിന്നീടാണ് അപ്പോൾ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടെ ഉത്തരവാദിത്തം കൂടി അതിനെ വൃത്തിക്ക് കൊണ്ടുവെക്കണം എന്നുള്ളൊരു, വൃത്തിക്ക് ഇൻ ദ സെൻസ് ഞാൻ എന്താണോ മീനിങ് ഉദ്ദേശിച്ചത് അങ്ങനെ വെക്കണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആയിരുന്നു. അങ്ങനെയല്ല, ഓക്കെ നീറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പരിപാടി എന്നുള്ളൊരു റെസ്പോൺസായിരുന്നു കൂടുതൽ കിട്ടിയത്. വളരെ സുന്ദരികളായിട്ടുള്ള ഫോറിൻ മോഡൽസ്, ലക്ഷറീസ് ആയിട്ടുള്ള കാർസ്, ഭയങ്കര രസമുള്ള എസ്തറ്റിക്കലി ബിൽഡ് ചെയ്ത ബിൽഡിങ്സ്, ഇതൊക്കെ തന്നെയായിരുന്നോ ഇത്രയും ഗ്ലാമർ വേണം കായ്ക്ക്? അങ്ങനെ തന്നെയായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? ഇല്ല, ആ അതൊന്നും ചിന്തിക്കണ പോലും ഇല്ല. ഞാൻ കാനഡ പോയിട്ട് ഈ പാട്ട് എഴുതുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല ശരിക്കും. ഞാനൊരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ വിമാനത്തിൽ കയറിയപ്പോൾ തന്നെ ഇറങ്ങാൻ നേരില്ല എന്നുള്ള മൂടാ, വെറുത്ത് പോച്ച് സാർ എന്നുള്ളൊരു മൂടാ. ഞാൻ ഭയങ്കര അഹങ്കാരമായിട്ട് പറയില്ല, നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാവുമല്ലോ ഇത്രയും കാലമൊന്നും ഫ്ലൈറ്റിൽ എല്ലാവരും നമ്മൾ ഫ്രണ്ട്സൊക്കെ മറ്റേ ഗൾഫിൽ പഠിച്ചിട്ട് വരുന്നത് അങ്ങനെ ആക്കണം. അപ്പോൾ നമുക്കൊരു പൂതി ഉണ്ടാവുമല്ലോ. അപ്പം അത്രയും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിന്നിട്ട് നേരെ ഉൾട്ടായി ഇപ്പം ആ ഒരു യാത്ര എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പം ഇത് എഴുതുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ദുബായ് പോകാൻ പറ്റുന്ന തന്നെ ഒരു ഇതില്ല നമുക്ക്, മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അപ്പം ഇത് അങ്ങനെ ഒരു ഇതിലെത്തി ഭാഗ്യമായി ഷൂട്ട് ചെയ്യാൻ ഉള്ളൊരു പരിപാടിയാണ്. ഈ ഇത്രയും ഗ്ലാമർ ശരിക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഈ ഗ്ലാമർ സൈഡ്. അത് മൊത്തത്തിൽ ടീം എഫേർട്ടാ, മൊത്തത്തിലൊരു ടീം എഫേർട്ടാണ്. ഇപ്പം ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് പോർഷൻ, ഒരു ക്ലൈമാക്സ് പോർഷൻ ആണെങ്കിൽ എൻ്റെ ഒരു തോട്ട് പരിപാടി ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ എൻ്റെ ബുദ്ധിക്കും എൻ്റെ ഒരു എന്താ പറയുക യുക്തിക്കും അറിവിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു ദൂരം ഉണ്ടാവില്ല, അവിടെ അല്ലേ തലച്ചോറും വർക്ക് ചെയ്യണം. അപ്പം അതിലൊരു കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ഡീലായിട്ട് വരുന്നു, അതിനുശേഷം ഗെയിം മാറുന്നു, പിന്നെ ഒരു ചതി, ആ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഇത് MHB, നമ്മുടെ റെയ്സ്ക, പിന്നെ നമ്മുടെ ആൽഫി, പിന്നെ ടീമുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവരെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അത് ഇത്രയും ഒരു ഗ്ലാമറസ് ഇതാക്കിയിട്ട് അവർ തോട്ട്, പിന്നെ അതിൽ ഒരുപാട് ഡീറ്റെയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഈ അത് തുടങ്ങുമ്പോൾ ഒരു നമ്പറൊക്കെ എഴുതി കാണിക്കും. അതായത് ഞാൻ തലകുത്തി ചിന്തിച്ചാൽ പോലും എനിക്ക് ആ നമ്പർ എന്താണെന്ന് വരെ അറിയില്ല. അപ്പം ഇതിനെ ഈ ഒരു കോൺസെപ്റ്റിനെ ഭയങ്കര ഡീറ്റെയിലിംഗ് കൊടുക്കാൻ അവർക്ക് നല്ല ഭംഗിയിൽ കൊണ്ടുവെക്കാൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടും ഭയങ്കര ഗ്ലാമറസ് ആയിട്ടൊക്കെ കൊണ്ടുവെക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ.